വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന, അള്ളാഹ് എടുത്ത സന്ദർഭം, അള്ളാഹ് എടുത്ത സന്ദർഭം എന്ന് പറയാൻ സ്വീകരിച്ച സന്ദർഭം. മീസാഖ്, നമുക്കറിയാം മീസാഖ് എന്താ? കരാർ. അള്ളാഹ് കരാർ വാങ്ങിയ സന്ദർഭം സ്മരണീയമാണ്, ഓർക്കുക. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? കരാർ വാങ്ങിയിട്ടുണ്ട്. എന്ത് കരാർ? മീസാക്കൻ നബിയ്യീന. അപ്പൊ മീസാക്കിന് നബിയിലേക്ക് ഇവാഫത്ത് ചെയ്തു. അപ്പോഴാണ് നബിയ്യീന വന്നത്. കെസർ കൊടുത്തു, നബിയൂന എന്നുള്ളത് നബിയ്യീന എന്നായി. മീസാക്കൻ നബിയ്യീന, നബിമാരുടെ കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ? ലമാ ആതൈതുക്കും. ലമാ ആതൈതുക്കും എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, എന്തെല്ലാം ഞാൻ തങ്ങൾക്ക് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തെല്ലാമാണോ അത്. ലമാ ആതൈതും, അല്ലെങ്കിൽ അതിനാൽ, അക്കാരണത്താൽ എന്തെല്ലാം തന്നിട്ടുണ്ട്. മിൻ കിതാബിൻ, കിതാബിനാൽ, വഹിക്മത്തിൻ, ഹിക്മത്തിനാൽ. നേരത്തെ നമ്മള് അൽ കിതാബ് വൽ ഹുക്കുമ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പണ്ഡിതന്മാര് ഹിക്മത്ത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അവിടെ ഹുക്കുമിന് ഹിക്മത്തായിരിക്കാം അങ്ങനെ വേറെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഷാർത്ഥത്തിൽ എടുത്താൽ അവിടെ ഹുക്കുമ്, കൽപ്പനാധികാരം കൊടുത്തിട്ടുണ്ട് ഇമാർക്ക്. അതാണ്. അപ്പൊ ഇവിടെ ലമാ ആതൈതുക്കും, നിങ്ങൾക്ക് ഞാൻ തന്നു എന്നതിനാൽ, അല്ലെങ്കിൽ എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിനാൽ, അക്കാരണത്താൽ, അല്ലെങ്കിൽ ആ കാരണങ്ങൾ എന്തെല്ലാമാണോ അത്. മിൻ കിതാബിൻ, കിതാബിനാൽ, അല്ലെങ്കിൽ കിതാബിൻ എന്ന് പറഞ്ഞാൽ കിതാബിൽ നിന്നും എന്നല്ല. കിതാബിൽ നിന്നും എന്ന് പറഞ്ഞാൽ കിതാബിലുള്ള കുറച്ച് കാര്യങ്ങൾ. ഇവിടെ മിനിന് പൂർണ്ണമായ അർത്ഥമാണ്. കിതാബിനാൽ വഹിക്മത്തിൻ, ഹിക്മത്തിനാലും നിങ്ങൾക്ക് ഉണ്ട്. എന്തെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അക്കാരണത്താൽ, അല്ലെങ്കിൽ അക്കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സുമ്മ ജാഅക്കും, പിന്നീട് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നബിമാരോട് അള്ളാഹ് കരാർ വാങ്ങിയിട്ടുള്ളതാണ്. എന്ത്? നിങ്ങൾക്ക് കിതാബ് നൽകിയിട്ടുണ്ട്. മീസാക്കൻ നബിയ്യൻ ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ, ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. അതിനും ശേഷം, നിങ്ങൾ നബിമാരായതിനു ശേഷം കേട്ടോ, മീസാക്കൻ നബിയ്യനാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അവർക്ക് നബിമാരിൽ നിന്നും അള്ളാഹ് കരാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നാം കിതാബും ഹിക്മത്തും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. സുമ്മ ജാഅക്കും റസൂലുൻ, പിന്നീട് നിങ്ങളുടെ അടുക്കൽ ഒരു റസൂൽ വന്നാൽ, പിന്നീട് നിങ്ങളുടെ അടുക്കൽ ഒരു റസൂൽ വന്നാൽ, മുസദ്ദിഖുൻ, ഞങ്ങളുടെ റസൂല് മുസദ്ദിഖുൻ, സത്യപ്പെടുത്തുന്നതായ റസൂൽ. ആ സത്യപ്പെടുത്തുന്നു, എന്തിനു സത്യപ്പെടുത്തുന്നു? ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള തൗറയായിരുന്നാലും ഇഞ്ചീലായിരുന്നാലും അതുപോലുള്ള കിതാബൊക്കെ സത്യപ്പെടുത്തുന്ന ആള് സദ്യക്കും ലിമാമാക്കും. അങ്ങനെ സത്യപ്പെടുത്തുന്നതായ ഒരു റസൂൽ നിങ്ങളുടെ അടുക്കൽ വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലാ തുഅ്മിനുന്ന, എന്താർത്ഥം? ലാ തുഅ്മിനുന്ന, തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കണം. ആ റസൂലിൽ. അപ്പോ നബിമാരോട് അള്ളാഹ് കരാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിതാബും ഹിക്മത്തൊക്കെ നൽകിയിട്ടുള്ളത് ശരി തന്നെയാണ്. അതിനും ശേഷം ഒരു റസൂൽ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കിതാബിനെ സത്യപ്പെടുത്തുന്നതായ ഒരു റസൂൽ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൽ വിശ്വസിക്കണം എന്ന് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? കരാർ വാങ്ങിയിട്ടുണ്ട്. ഇത് അഹ്ലു കിതാബിനോട് പറയുന്നത് എന്തിനാ? വേദക്കാരോട് പറയുന്നത് എന്താ? ഇപ്പൊ തൗറയിലും ഇഞ്ചീലിലും അവസാനമായി വരുന്ന റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞായി 10-12 വയസ്സുള്ളപ്പോ അബൂ താലിബിന്റെ കൂടെ കച്ചവടത്തിന് പോയി. അബൂ താലിബ് കച്ചവടത്തിന് പോയപ്പോ അബൂ താലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി 12 വയസ്സുള്ളപ്പോ. അങ്ങനെയാണ് ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബഹീറ എന്ന പുരോഹിതനെ, ക്രൈസ്തവ പുരോഹിതനെ കണ്ട കാര്യം പറയുന്നു. ആ ക്രൈസ്തവ പുരോഹിതൻ എന്ത് പറഞ്ഞു? അവസാന കാലത്ത് വരാനുള്ള പ്രവാചകന്റെ, ഒരു ദൂതന്റെ, റസൂലിന്റെ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ശത്രുക്കൾ കണ്ടാൽ ഈ കുഞ്ഞിനെ കൊന്നുകളയും.
അതുകൊണ്ട് നിങ്ങൾ കച്ചവടമൊക്കെ മതിയാക്കി നാട്ടിലേക്ക് പോകണം എന്ന്. ഈ കുട്ടിയെ നിങ്ങൾ വേഗം മടക്കി കൊണ്ടുപോകണം. കാരണം അവസാന നാളിൽ വരാൻ പോകുന്ന കുട്ടിയുടെ റസൂലിന്റെ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. അതാരാ? ക്രൈസ്തവ പുരോഹിതനാ പറയുന്നത്. അപ്പൊ തൗറായിലും ഇഞ്ചിയിലും എന്തുണ്ട്? അവസാനം വരാൻ പോകുന്ന റസൂലിന്റെ അടയാളങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ശാരീരിക അടയാളങ്ങൾ തന്നെയുണ്ട്. ഇന്ത്യനാളിൽ വരാൻ റസൂൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റസൂലിന്റെ അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവര് മക്കയിൽ നിന്നും വരുന്നതാണോ എന്നും അറിയാം. അതുകൊണ്ടാണ് പുരോഹിതൻ പറഞ്ഞത് അന്ത്യനാളിൽ വരാൻ പോകുന്ന ദൂതന്റെ ലക്ഷണങ്ങളുണ്ട് ഈ കുട്ടിയിൽ. അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയുമായിട്ട് മടങ്ങി പോകണം, ശത്രുക്കൾ കണ്ടാൽ ഉന്നയിക്കുമെന്ന്. അങ്ങനെ അബൂ താലിബ് കച്ചവടമൊക്കെ മതിയാക്കി വരാൻ പോയി എന്നാണ് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തിട്ടില്ല? കുട്ടിയും കൊണ്ട് കച്ചവടത്തിന് പോയിട്ടില്ല. നബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാരനായ സമയത്ത് കച്ചവടത്തിന് പോയിട്ടുണ്ട്. അത് വരെ അബൂ താലിബ് പിന്നീട് കൊണ്ടുപോയിട്ടില്ല. മീസാക്കൻ നബി. അപ്പോ ഇതെന്താണ്? അതും ഇതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ റസൂൽ വന്ന, അപ്പൊ ഈ റസൂൽ വരും എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. റസൂൽ വന്നാൽ നിങ്ങൾ ആ റസൂൽ വിശ്വസിക്കണം എന്ന് മുമ്പുള്ള നബിമാരോട് അള്ളാഹ് കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചാൽ മാത്രം പോരാ, പല തൻസുറുന്ന, തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കുക തന്നെ വേണം. അപ്പോ ലതുഅ്മിനുന്ന എന്ന് പറഞ്ഞില്ലേ? ലതുഅ്മിനുന്ന എന്താ തുഅ്മിനുന്നയുടെ വ്യത്യാസം? ലയുംബദന്നയില് ശബ്ദുള്ള നൂനിന് മുമ്പ് ഫത്തഹാണ്. ഇവിടെ ലതുഅ്മിനുന്ന ശബ്ദുള്ള നൂൻ, അവസാനത്തെ ശബ്ദുള്ള നൂനിന്റെ മുമ്പ് ലമ്മാണ്. എന്താ വ്യത്യാസം? ലയുംബദന്ന എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. തീർച്ചയായും അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. യു വന്നുകൊണ്ട് മറിഞ്ഞ ആളെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ ലയുംബദന്ന, അപ്പൊ അവസാനത്തിന് മുമ്പുള്ള ഫത്തഹ് സൂചിപ്പിക്കുന്നത് ഏകവചനത്തെയാണ്. ലയുംബദന്ന. ഇവിടെ എന്താണ്? ലതുഅ്മിനുന്ന. ശബ്ദുള്ള നൂന് തീർച്ചയായും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ക്രിയയോടൊപ്പം ശബ്ദുള്ള നൂൻ വന്നാൽ അത് തീർച്ചയായും എന്നതിനെ സൂചിപ്പിക്കും. മാത്രമല്ല അതിന് മുമ്പ് തുടക്കത്തില് തീർച്ചയായും എന്നുള്ള ലായും വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വരും. ലയുംബദന്ന ലതുഅ്മിനുന്ന. അപ്പോ ആ ശബ്ദുള്ള നൂനിന് മുമ്പ് ലമ്മ് വന്നാൽ അത് ബഹുവചനമാണ്. ലതുഅ്മിനുന്ന, തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. ബിഹി, അദ്ദേഹത്തിൽ. തൻസുറുന്ന, തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം, സഹായിക്കുക തന്നെ ചെയ്യും എന്നും അള്ളാഹ് നബിമാരോട് കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കുക. ഖാല, എന്നിട്ട് അള്ളാഹ് ചോദിച്ചു, അഖറർതും, നിങ്ങൾ ഉറപ്പിച്ചോ? വഅഖദ്തും, നിങ്ങൾ സ്വീകരിച്ചോ? അലാ ദാലികും, അക്കാര്യത്തിൽ, ഇസ്രി, എന്റെ കരാർ, അല്ലെങ്കിൽ എന്റെ ഉറപ്പ്. ഇസ്ർ എന്ന് പറഞ്ഞാൽ ഉറപ്പ് അല്ലെങ്കിൽ കരാർ. ഇസ്രി എന്ന് പറഞ്ഞാൽ അഹ്ദി അസ്സഖീൽ, എന്റെ ഉറച്ച കരാർ, ഭാരിച്ച കരാർ. നിങ്ങൾ അത് സ്വീകരിച്ചോ, ഉറപ്പിച്ചോ എന്ന് അള്ളാഹ് വീണ്ടും ചോദിച്ചു. ഖാലൂ, അവർ പറഞ്ഞു. ആര് പറഞ്ഞു? ആ നബിമാരൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖറർന, ഞങ്ങൾ ഉറപ്പിച്ചു. ഖാല, അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഫശ്ഹദൂ, നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുവിൻ. വഅന മഅകും മിനശ് ശാഹിദീൻ, ഞാൻ നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നവരാണ്. മഅകും മിനശ് ശാഹിദീൻ, ഞാൻ നിങ്ങളോടൊപ്പം സാക്ഷികളുടെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പൊ ഇത് വെറുതെ ആ ഒരു റസൂൽ വരുമ്പോൾ നിങ്ങൾ സഹായിക്കണമെന്ന് വെറുതെ അങ്ങ് എന്താ പറയാ അഴകുഴമ്പൻ നയമായിട്ട് പറഞ്ഞു പോയതല്ല. എന്താ പറഞ്ഞത്? ലതുഅ്മിനുന്ന. അപ്പൊ അവിടെ തീർച്ചയായും എന്നുള്ളതിന്റെ ലായുമുണ്ട്, എന്നുള്ള തഅക്കീദിന്റെ ഉറപ്പിച്ചു പറയാനുള്ള ലായുമുണ്ട്, ന്യായമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ടാം ചോദിക്കുന്നുണ്ട്, അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, എന്റെ ഭാരിച്ച ഈ കരാർ നിങ്ങൾ എടുത്തോ, സ്വീകരിച്ചോ? അപ്പോൾ അവർ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫശ്ഹദൂ, നിങ്ങൾ സാക്ഷിയായിക്കൊള്ളുവിൻ. വഅന മഅകും മിനശ് ശാഹിദീൻ, ഞാൻ നിങ്ങളോടൊപ്പം
സാക്ഷികളിൽ പെട്ടവനാണ് എന്ന് പറയും. ഫമൻ തവല്ല, ഇനി ആരെങ്കിലും ഫമൻ തവല്ല പിന്തിരിഞ്ഞു, ആരെങ്കിലും പിന്തിരിഞ്ഞു ബാധതാലിക്ക് അതിനുശേഷം ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ, അവരെന്താണ്? അധർമ്മകാരികൾ, തെറ്റ് ചെയ്തവരാണ്. അല്ലേ? നേരത്തെ കുഫ്ർ എന്ന് പറഞ്ഞു, യഅ്മുറുക്കും ബിൽ കുഫ്ർ എന്നൊക്കെ പറഞ്ഞു. നബി അള്ളാഹ് പഠിപ്പിച്ചതല്ലാത്ത കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ അതെന്തായിരിക്കും? അത് കുഫ്രാണെന്ന് പറഞ്ഞു. ഇവിടെ ഫമൻ തവല്ല ബഅദ ദാലിക, ഈ റസൂൽ വന്നാൽ, അടുത്ത റസൂൽ, ഒരു റസൂൽ ഉണ്ടായിരിക്കെ അടുത്ത റസൂൽ വന്നാൽ ആ റസൂല് തന്നെയും ഈ റസൂലിൽ വിശ്വസിക്കണമെന്നും, അതായത് അന്ന് നിലവിലുള്ള റസൂലുമാർ, നബിമാർ നിലവിലുണ്ടായിരിക്കെ വേറൊരു നബി വന്നാൽ ആ നബിയിൽ നിലവിലുള്ള നബിമാർ വിശ്വസിക്കണമെന്നും എന്നിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്നും അള്ളാഹ് കരാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെയല്ലേ അദ്ദേഹത്തിന്റെ അനുയായികള് എന്തായിരുന്നാലും വിശ്വസിക്കുകയും എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അല്ല തൻസുറുന്ന. അപ്പോ ആ നബി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ നബിമാർ ഈ നബിയിൽ വിശ്വസിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ നബിയുടെ അനുയായികളോ ഉറപ്പായിട്ടും വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഫമൻ തവല്ല ബഅദ ദാലിക, അതിൽ നിന്നും ആരെങ്കിലും പിന്തിരിഞ്ഞാൽ ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ, അത് ആ നബി ആയിരുന്നാലും ആ നബിയുടെ അനുയായികളായിരുന്നു. നബിയുടെ അനുയായികളായ നിങ്ങൾ ഈ നബിയുടെയും നബിയുടെ അനുയായികളെയും സഹായിക്കേണ്ടവരാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, നേരത്തെ പറഞ്ഞല്ലോ, അല്ല അല്ലാത്ത ആരെങ്കിലും ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ അർബാബാക്കണമെന്നോ റബ്ബാക്കണമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫ്റാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നോട് വേറൊരു കാര്യവും പറഞ്ഞതിന് ശേഷം പിന്നെ പറയാണ്, അപ്പൊ ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, ഗൈറ ദീനില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹയുടേതല്ലാത്ത ദീനിനെ, ദീനല്ലാത്ത ദീനിനെ ആണോ യബ്ഗൂൻ? യബ്ഗി എന്താണ്? ആഗ്രഹിച്ചു. യബ്ഗൂൻ, അള്ളാഹ്ൻ്റെതല്ലാത്ത ദീനിനെയാണോ അവർ ആഗ്രഹിക്കുന്നത്? വലഹു അസ്ലമ, വലഹു അള്ളാഹിൽ, അവനിൽ, അസ്ലമ അവന്, അസ്ലമ കീഴ്പ്പെട്ടിരിക്കുന്നു, മൻ ഇസ്സമാവാത്ത്. മൻ പറയുന്ന ആർക്കാണ്? അറബി ഗ്രാമർ പഠിക്കുന്നവർ പറയും അത് ആക്കലിനാണ് പറയുന്നത്. ആക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളത്. ഫിസ്സമാവാത്തി, ആകാശങ്ങളിൽ ഉള്ള ജീവനുള്ളതും ബുദ്ധിയുള്ളവരുമായ ആൾക്കാർ. ആകാശഭൂമിയിലുള്ളതെല്ലാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ മൻ ഉപയോഗിക്കാൻ കാര്യം എന്താ? ഫിസ്സമാവാത്തി, ആകാശങ്ങളിൽ, ഭൂമിയുടെ മുകളിൽ വേറെ ആകാശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭൂമി നിൽക്കുന്ന ആകാശമായിരുന്നാൽ ആ ആകാശത്ത് ഭൂമിയിൽ എല്ലാവരെയും ജീവജാലങ്ങളുണ്ട് എന്നുള്ളതിന് തെളിവാണ് മൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ അചേതനമായ വസ്തുക്കളല്ല, ചേതനമായ വസ്തുക്കൾ തന്നെയുണ്ട്. ഫിസ്സമാവാത്തി വല്ലർ, ആകാശഭൂമികളിലുള്ള അതെല്ലാം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. തൗഅൻ, തൗഅൻ എന്ന് പറഞ്ഞാൽ സ്വമേധയ, വകർഹൻ, നിർബന്ധിതമായി. അപ്പോ അള്ളാന്റെ കൽപ്പന, അള്ളാഹ്ക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഇവർ ആകാശഭൂമികളിലുള്ളതെല്ലാം ദംസെൽസ്, അവ സ്വമേധയ എന്ത് ചെയ്തിട്ടുണ്ട്? വോളണ്ടിയർ ആയിട്ട് അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ എന്താ? വകർഹൻ, നിർബന്ധിതമായി. അപ്പോ ആട്, മാട്, മൃഗങ്ങളെല്ലാം എന്താണ്? പക്ഷിമൃഗാദികൾ, സസ്യലതാദികൾ, ഇവയെല്ലാം എന്താണ്? നിർബന്ധിതമായും അള്ളാഹെ അനുസരിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ അള്ളാഹെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് അള്ളാഹെ അനുസരിച്ചല്ലാതെ വേറെ ഒന്നും. അതായത് പ്രകൃതി നിയമങ്ങൾ നമ്മൾ പറയില്ലേ, പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഓഫ് ദ ക്രിയേറ്റർ ഓർ ദ മാനുഫാക്ചർ.
ലോ ഓഫ് ദ യൂണിവേഴ്സ് എന്നാ, യൂണിവേഴ്സൽ ലോസ് എന്നാണ് നമ്മൾ പറയുന്നത്. യൂണിവേഴ്സൽ ലോസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ആരെ സൃഷ്ടിച്ചിരിക്കുന്ന ആ സൃഷ്ടാവിന്റെ നിയമങ്ങളെ അനുസരിക്കും, അവയെല്ലാം അനുസരിക്കും. തൗഅൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാ. അപ്പൊ സ്വമേധയാ അംഗീകരിക്കുന്ന മനുഷ്യന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. ജിന്നുകളുണ്ടല്ലോ, അതല്ലാത്തവരും വേറെ ജീവനുള്ളത് ഉണ്ടായേക്കാം. അവരൊക്കെയും എന്ത് ചെയ്യുന്നു? സ്വമേധയാ അവർ തെരഞ്ഞെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു, കീഴ്പ്പെട്ടിട്ടുണ്ട്. വക്കർഹൻ വേറെ ചിലര് നിർബന്ധിതമായി, പ്രകൃതി നിയമം എന്ന് പറഞ്ഞതുപോലെ നിർബന്ധിതമായി അവർ ഇലൈഹി യുർജഊൻ, അവയൊക്കെയും അവനിലേക്ക് മടക്കപ്പെടുന്നതുമാണ്. അവയൊക്കെയും അവനിലേക്ക് മടക്കപ്പെടുന്നതുമാണ്. ഇതാണ് നമുക്ക് ടാർഗറ്റഡ് ഭാഗം. ഓക്കെ, ഉസ്താദ് പറഞ്ഞില്ല റബ്ബാനിയാന്നുള്ളത് യഖൂലൂനയിലേക്ക് മടങ്ങുന്നു, അതൊന്ന് പറഞ്ഞില്ല ഉസ്താദ്? എന്ത് പറഞ്ഞു? റബ്ബാനിയാന്ന് പറഞ്ഞില്ലേ, അത് യഖൂലൂനയിലേക്ക് മടങ്ങുന്നു പറഞ്ഞില്ലേ? ഏതിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞു? റബ്ബാനിയല്ലേ പറഞ്ഞത് നേരത്തെ പറഞ്ഞത്. അപ്പൊ അപ്പം ചോദിക്കാൻ പറ്റില്ല, യഖൂലൂനയിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ റബ്ബാനി പെന്നെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? പേന കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? മെസ്സേജ് വന്നപ്പോഴത്തേക്ക് പേന കൊണ്ട് കരുതണമെന്ന് പറഞ്ഞിട്ടില്ലേ? പേനയും റബ്ബറും എറേസറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ആക്കണ്ട്, ആക്കെ എടുത്തുണ്ട്, അതൊന്നും ഉപയോഗിക്കല്ല. എന്താന്നുള്ള അപ്പടി ചോദിക്കാൻ പറ്റില്ല. ഈ മടങ്ങുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിലേക്ക് മടങ്ങുന്നെന്ന് പറഞ്ഞു, യഖൂലൂനയിലേക്കോ അല്ലെങ്കിൽ ശരിക്കും ഓർമ്മ ഉണ്ടേനി, അപ്പം ചോദിക്കാൻ പറ്റില്ല, അപ്പൊ മറന്നുപോയി. ഉസ്താദ് എന്റെ ഉപ്പതാ നല്ല അവസ്ഥയിലപ്പൊ കിടക്കണേ. നല്ല അവസ്ഥയിലാ കിടക്കുന്നെന്നോ? എന്റെ ഉപ്പക്ക് പിന്നെ മൂത്രത്തിന് പൈപ്പിട്ടിന്, പാമ്പേഴ്സ് ഇട്ടിട്ട് ഞാൻ കിടക്കാണ്. ശരിക്കുള്ള ഒരു ബോധമൊന്നും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് ഉണ്ട് ഇപ്പൊ ശരിക്കുള്ള ഒരു ബോധം. എന്റെ ഉപ്പ വായിച്ച് വാപ്പ അതാണ് നിങ്ങൾ തിരക്ക് അല്ലേ? അതാണ് കൈയൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല പ്രാർത്ഥിക്കാതെ നല്ല എന്താ ചെയ്യാൻ കിട്ടി മരിക്കാൻ വേണ്ടി. അപ്പിയൊന്നും ശരിക്കും കേൾക്കാനൊന്നും പറ്റുന്നില്ല. ആരോഗ്യം കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ. നിസ്കരിക്കാനെന്നുള്ള അങ്ങനെയുള്ള ഒരു ഓർമ്മ ഒന്നുമില്ല. നിസ്കാരം ഒന്നും അല്ലെങ്കിൽ അത്രയുള്ള ഒരു ഓർമ്മ ഇല്ലാത്ത ആളാണ്. ഓർമ്മയില്ലേ പിന്നെ അവർക്ക് നമസ്കാരം ബാധകമാവുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു ഓർമ്മ ഇല്ല. അതന്നെ നല്ലോണം പ്രാർത്ഥിക്കണം ഉസ്താദെ. ഞാൻ കൈയൊക്കെ പിടിച്ചോണ്ട് നിൽക്കാണ് ഇപ്പൊ ഇവിടെ. സംശയം അതന്നെയാണ്. റബ്ബാനിയ എന്നുള്ള യഖൂലൂനയിലേക്ക് മടങ്ങുന്നതാണ് പറഞ്ഞ ഉസ്താദ്. അതാണോ എന്നുള്ള എനിക്ക് ഓർമ്മ കിട്ടില്ല. ഇതിലേക്ക് മടങ്ങുന്നു, പിന്നെ വേറെ എന്തോ ഒന്നിലേക്ക് മടങ്ങുന്നു ഉസ്താദ് പറഞ്ഞത്. നല്ലൊരു സംശയം എനിക്ക്, നല്ല തീരെ അറിയാത്ത. അതാണ് ഏത് കൂനു ഇബാദല്ലി മിൻ ദൂനില്ലാഹി വലാകിൻ കൂനു ഇബാദല്ലി മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞല്ലോ. മാക്കാൻ ലി ബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദല്ലി മിൻ ദൂനില്ലാഹി എന്ന് പറഞ്ഞത് വരെ ഒരു ഭാഗമാണ്. പിന്നെന്താണ് ഇടയിൽ വലാകിൻ കൂനു റബ്ബാനിയീന ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ ബിമാ കുന്തും തദറുസൂന എന്നതാണ് പോസിറ്റീവായിട്ട് അവർ പറയുന്ന കാര്യമാണ് പറയുന്നത്. പിന്നീട് എന്താ വലാ യഅ്മുറക്കും, നിങ്ങളോട് കൽപ്പിക്കുകയുമില്ല.
അപ്പോ സുമ്മ യഖൂല ലിന്നാസി, അദ്ദേഹം ജനങ്ങളോട് പറയൽ സംഭവ്യമല്ല, അല്ലെങ്കിൽ അനുയോജ്യമല്ല, ഭൂഷണമല്ല. വലായമുറക്കും, നിങ്ങളോട് കൽപ്പിക്കലും അദ്ദേഹത്തിന് അനുയോജ്യമല്ല, ഭൂഷണമല്ല. അൻ തത്തഖിദുൽ മലായികത വന്നബിയ്യീന അർബാബൻ, മലക്കളെയും നബിമാരെയും റബ്ബുകളാക്കുക എന്ന്. ഇടയിൽ ഒരു കാര്യമുണ്ടല്ലോ, അതായത് വലാകിൻ കൂനു റബ്ബാനിയ്യീന ബിമാ കുന്തും തുഅല്ലിമൂന കിതാബ ബിമാ കുന്തും തദ്റുസൂൻ എന്ന് പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള അവര് പറയണം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പറയുക എന്നതല്ലാതെ നിങ്ങൾ അല്ലാത്തവരെ, അള്ളയെ കൂടാതെ ഞങ്ങളെ ഇബാദത്ത് ചെയ്യൂ എന്ന് അവർ പറയുകയില്ല. ക്ലിയർ ആയില്ലേ? ചോദ്യാർത്ഥം പോയോ? അതെ, നോക്കാം. ഇനി ഒന്നുകൂടി എഴുതുമ്പോ പിന്നെ രണ്ടാമത് നോക്കുമ്പോ കേൾക്കുമ്പോ മനസ്സിലാവാൻ മതി. അതായത് വലാകിൻ കൂനു റബ്ബാനിയ്യീന എന്ന ഭാഗം മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വലാകിൻ കൂനു റബ്ബാനിയ്യീന എന്ന ഭാഗം മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യണം? മാക്കാൻ ലിബശരിൻ അൻ യുഅ്തിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നബുവത സുമ്മ യഖൂല ലിന്നാസി കൂനു ഇബാദൻ ലി മിൻ ദൂനില്ലാഹി വലാ യഅ്മുറകും അൻ തത്തഖിദുൽ മലായികത വൻ നബിയ്യീന. അതാണ് ക്രമം. അതിനിടയിൽ എന്താണ് ക്രമം എന്ന് പറയുന്നത്? അള്ളാഹ് പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ആ മുമ്പുള്ളതിനോടാണ് രണ്ടാമത്തെ കണക്ഷൻ. മുറക്കും അന്തത്തഖിദുൽ മലായികത വൻ നബിയ്യീന എന്നുള്ളത് അതിന്റെ കണക്ഷൻ. എന്നിട്ട് വലാകിൻ കൂനു റബ്ബാനിയ്യീന വലാകിൻ കൂനു റബ്ബാനിയ്യീന എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അവർ പറയുക എന്നതേ സാധ്യതയുള്ളൂ എന്നാണ്. തിരിച്ച് പറയാൻ സാധ്യതയില്ല. ഇവിടെ പരിഭാഷ എഴുതിയിരിക്കുന്ന വായിക്കാം. അള്ളാഹു ഒരാൾക്കും വേദവും തത്വജ്ഞാനവും പ്രവാചകത്വവും നൽകുകയും എന്നിട്ട് അയാൾ ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാകുന്നതിന് പകരം എന്റെ അടിമകളായി തീരുവിൻ എന്ന് പറയുകയും ചെയ്യുക എന്നത് ഒരു മനുഷ്യനും പറ്റിയതല്ല. പ്രത്യുത നിങ്ങൾ പഠിക്കുകയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേദപുസ്തകം അനുശാസിക്കുമ്പടി നിഷ്കളങ്കരായ ദേവദാസനാകുവിൻ എന്നതത്രേ അയാൾ പറയുക. എന്നിട്ട് ബാക്കി മലക്കുകളെയും ദൈവദൂതന്മാരെയും റബ്ബുകളായി വരിക്കുവാൻ അയാൾ ഒരിക്കലും നിങ്ങളെ ഉപദേശിക്കുകയുമില്ല. നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞിരിക്കെ ഒരു പ്രവാചകൻ നിങ്ങളോട് സത്യനിഷേധം കൽപ്പിക്കുകയോ എന്നാണ് അതിന്റെ ഒരുമിച്ചുള്ള പരിഭാഷ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണ്? ഏകദേശമൊക്കെ മനസ്സിലായിരുന്നു. പക്ഷെ ഇനി കേൾക്കുമ്പോ മനസ്സിലായിക്കോളൂ ശരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ നമസ്കാരത്തിലെ ആദ്യം ഓതുമ്പോഴെല്ലാം ഓതണോ? ഫാത്തിഹ ഓതുമ്പോൾ ഇപ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതേണ്ടതില്ല. നമസ്കാരത്തിന്റെ തുടക്കത്തിൽ മാത്രം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയാൽ മതി. സുന്നത്ത് നമസ്കാരത്തില് വജ്ജത്ത് ഓതണോ? സുന്നത്ത് നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന വേണം. എല്ലാ ഇതിലും വേണം. തറാവീഹ് നിസ്കരിക്കുമ്പോ എല്ലാ ഓത്തിലും അത് ചെയ്യണം. എല്ലാ റക്അത്തിലും ഓതണോ? എല്ലാ റക്അത്തിനും അല്ല. തറാവീഹ് നിസ്കരിക്കുമ്പോ ഓരോ ഈ രണ്ട് റക്അത്തിന്റെയും തുടക്കത്തില് എന്ത് വേണം? പ്രാരംഭ പ്രാർത്ഥന വേണം. പക്ഷെ നമ്മള് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു നീളമുള്ള പ്രാർത്ഥനയാണ്. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. പിന്നെ ഇതൊക്കെ ഇത്രയും ഓതി തീരുമ്പോഴത്തേക്ക് ഇമാം ചിലപ്പോൾ ഫാത്തിഹ ഓതി തീരും. അപ്പൊ ഇമാമിന്റെ ഫാത്തിഹ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണമെന്നാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക തബാറക ഇസ്മുക അത് ഓതിയാ പോരെ? പറയട്ടെ,
അപ്പോഴെന്ത് ചെയ്യണം? ഈ ദീർഘമായ പ്രാർത്ഥനകൾ മാത്രമല്ല, പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചെറിയ പ്രാർത്ഥനയുമുണ്ട്. അതാണ് സഹോദരി പറഞ്ഞത്. എന്തായിരുന്നു പറഞ്ഞത്? പറയും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക തബാറക ഇസ്മുക തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അല്ല, തബാറക ഇസ്മുക തആല ജദ്ദുക വലാ ഇലാഹ ജദ്ദുക വലാ ഇലാഹ ഗൈറുക. വലാ അതല്ലേ ഇലാഹ ഓതല്? ഗൈറുക. അങ്ങനെ ചെറിയ പ്രാർത്ഥനയുണ്ട്. പിന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന, വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. അപ്പോ ആ പ്രാർത്ഥന ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടാ. ഞാനോ? ആ യൂട്യൂബിലുണ്ട്, അത് സെർച്ച് ചെയ്ത് എടുക്കാം, കുഴപ്പമില്ല. ഞങ്ങള് ഓതുന്നത് അതാണ് ഓതുന്നത്, അതെ സുബ്ഹാനകല്ലാഹു പെട്ടെന്നുള്ളത് അതാ പഠിച്ചത്. മറ്റേത് അതെ, അറിയാം. ഹനഫി മദ്ഹബിൽ അതാണ് പഠിപ്പിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ഹനഫി മദ്ഹബുകാര് കൈ കെട്ടിയ ഉടനെ തന്നെ ഇമാമ് ഓതുന്ന കേൾക്കാം. അതെ അതെ, അത് ഗൾഫിലും അത് തന്നെ പെട്ടെന്ന്. അതെ, അപ്പൊ ഹംബലി മദ്ഹബിലും അതാണ് ഓതുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 20 റക്അത്ത് ഇല്ലേ ഉസ്താദെ? ഗൾഫിലൊക്കെ 8 റക്അത്തെ തറാവി നിസ്കരിക്കാറുള്ളൂ. വലിയ സൂറത്താണ് ഓതല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്തെ നമസ്കരിച്ചിട്ടുള്ളൂ എന്നാണ്. 8+3 റക്അത്തെ നമസ്കരിച്ചിട്ടുള്ളൂ എന്നാണ്. ഇവിടൊക്കെ 20 റക്അത്തുണ്ട്, അതാ ചോദിച്ചത്. 23 പിന്നെ ഇശ. പിന്നെ ഉള്ളത് ചില ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും, അനന്തര കൈഫാല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്നൊക്കെ ഓതിയിട്ട് വേഗം നിസ്കരിച്ചു പോകും. അതൊന്നും ശരിക്കെന്തല്ല. ഖിയാമുൽ ലൈലെന്നോ തറാവി നമസ്കാരം എന്നൊക്കെ പറയുന്നത് ദൈർഘ്യത്തിനാണ് പ്രാധാന്യം, റക്അത്തിന്റെ എണ്ണത്തിലല്ല പ്രാധാന്യം. എന്നാൽ മക്കയിലും മദീനയിലും 23 റക്അത്ത് നമസ്കരിക്കുന്നു. നിസ്കരിക്കൽ ഉണ്ട്. അപ്പൊ റക്അത്ത് എണ്ണം കൂടിയതുകൊണ്ട് കുഴപ്പമില്ല, കുറഞ്ഞതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ സുന്നത്താണ് നോക്കുന്നത് എന്ന് ഒരാൾ പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8+3 ആണ് നമസ്കരിച്ചിട്ടുള്ളത്. അതെ, ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ 20 റക്അത്ത് ആയിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞല്ലോ. ശരി, ഉമർ നമസ്കരിച്ചു, നമ്മൾ നമസ്കരിച്ചു, രാത്രി മുഴുവൻ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുൽസയിൽ ലൈലി 2/3 നമസ്കരിക്കാൻ പറയും. ഔ നിസ്ഫഹു, അല്ലെങ്കിൽ പകുതി നിസ്കരിക്കാൻ പറയും. ഔ ജിദ് അലൈഹി, അല്ലെങ്കിൽ കൂട്ടുക. ഔ ഇൻഖുസ് മിൻഹു, അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുക. കുഴപ്പമില്ല. 20 നിസ്കരിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ ഉസ്താദെ. നമ്മൾ സുന്നത്തൊക്കെ പഠിച്ചാൽ പിന്നെ സുന്നത്തനുസരിച്ച് ചെയ്യാൻ നോക്ക്. സുന്നത്ത് പഠിച്ചാൽ സുന്നത്തനുസരിച്ച് ചെയ്യുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഹദീസ് ക്രോഡീകരിക്കുന്ന, ഔപചാരികമായി ഹദീസ് ക്രോഡീകരിച്ചിട്ട് അതിന്റെ നിജസ്ഥിതികളൊന്നും വിലയിരുത്തപ്പെട്ടിട്ടില്ല ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വരുന്ന സന്ദർഭത്തിൽ. നമ്മൾ നോക്കുക, ഇമാം അബു ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഹദീസ് എന്ത് ചെയ്തിട്ടില്ല? ഹദീസ് വ്യാപകമായി കളക്ട് ചെയ്യുകയും അതിന് ആധികാരികമാണോ, സഹീഹ്, ലഈഫ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതിയൊന്നും പറയപ്പെട്ടിട്ടില്ല. മറിച്ച് എന്താണ്, അവര് ഹദീസ് ശേഖരിക്കുകയും അത് അവർ തന്നെ സഹീഹാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക, അതായത് അവർ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇമാം അബു ഹനീഫയാണ് ആദ്യത്തെ കർമ്മശാസ്ത്ര പണ്ഡിതനായിട്ട് പറയുന്നത്. അതിനുശേഷമല്ല മറ്റു പണ്ഡിതന്മാർ വന്നത്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അവർക്ക് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഗ്രന്ഥം ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ഇമാം മാലിക്കിന്റെ കാലഘട്ടത്തിലാണ് ചെയ്തത്, ഹദീസ് ക്രോഡീകരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഇമാം ബുഖാരി വന്നു, മുസ്ലിം വന്നു, പിന്നെയുള്ള ഹദീസ് ക്രോഡീകരിച്ച ആൾക്കാരെല്ലാം വന്നു. അപ്പൊ എന്തായി, ഹദീസ് വ്യാപകമായി ക്രോഡീകരിക്കുകയും അതെല്ലാം ഏതൊക്കെയാണ് സഹീഹ്, ഏതിനൊക്കെയാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്നൊക്കെ ചർച്ച ചെയ്യുകയും അതിനൊക്കെ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അതായത് ഹംബലി മദ്ഹബും പോലുള്ള മദ്ഹബൊക്കെയും, അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്നത് അദ്ദേഹം കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നതിനപ്പുറം അദ്ദേഹം എന്താണ്, ഹദീസ് ക്രോഡീകരിച്ച ആളും കൂടിയാണ്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസുമായി കൂടുതൽ, അതായത് സ്വീകാര്യയോഗ്യമായ ഹദീസുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അഹ്മദ് ബിൻ ഹംബലിന്റെ ഗ്രന്ഥമാണ്. പിന്നീട് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഒക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നു. അപ്പൊ ആ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എന്ത് ചെയ്തത് 8, 3, 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് നമ്മൾ ഉറപ്പിക്കുന്നത്. ഫാത്തിഹ ഓതുമ്പോഴെല്ലാം അവത് ഓതുന്നോണ്ട് കുഴപ്പമുണ്ടോ? അതുള്ള വിഷയത്തെ അറിഞ്ഞ് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഉസ്താദേ, നിസ്കാരത്തില് ആദ്യത്തെ ഇതിൽ മാത്രം അഊദ് ഓതിയാൽ മതി, ബിസ്മി ഓതണ്ടേ? അതായത് ഇതാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ് എന്നാണ് പറയുന്നത്. നീ ഖുർആൻ ഓതാൻ ആരംഭിച്ചാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതുക എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയിട്ടാണ് നമസ്കാരത്തിലെ അൽ ഫാത്തിഹ ഓതുന്നത്. അൽ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഖുർആനാണല്ലോ പിന്നീട് വരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ദിക്ർ, തസ്ബീഹ് പോലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഏത്? റുക്കൂലേക്ക് പോകുമ്പോൾ നമ്മൾ തസ്ബീഹിലും പിന്നെ റുക്കൂവിൽ നിന്നും നിവർന്ന് നിൽക്കുന്ന ചിലപ്പോൾ ദിക്റുകൾ വരുന്നുണ്ട്. സുജൂദിൽ പോകുമ്പം പിന്നെ എന്ത് ചെയ്യും? സുബ്ഹാന റബ്ബിൽ അഅല പറയും. എഴുന്നേറ്റിരിക്കുമ്പോൾ ഇത് പറയും. അപ്പൊ അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് അവിടെയൊന്നും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ആവർത്തിക്കേണ്ട കാര്യമില്ല. ആവർത്തിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ആവർത്തിച്ചാ ഓതുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. കുഴപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ശരിയാണ്, മനസ്സിലാക്കിയനുസരിച്ച് മാറാൻ നോക്കുക. മാറാതെ തന്നെ ഇരുന്നാൽ നമ്മുടെ വിദ്യാഭ്യാസവും വിവരവും ബ്രെയിൻ ഒന്നും വർക്ക് ചെയ്യില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മൾ മാറി ചിന്തിക്കുക, മാറി പഠിക്കുക. കാരണം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യം മദ്രസയിൽ 3-4 ക്ലാസ് മദ്രസയിൽ പോകും. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും മുതിർന്നു കഴിഞ്ഞാൽ പഠനമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച പഠനത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ കുറെ കൊച്ചു പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ആയി പോവാണ്. പിന്നെ മെനാസില് തനാസില് ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ ആയി പോവാണ്. കുറെ ആൾക്കാർ യൂട്യൂബ്, പിന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വന്നു. എന്താണ് ഒരു പിടുത്തമില്ല. അങ്ങനെയല്ല, ഒരു ഗുരുനാഥൻ നമ്മൾ സ്വീകരിക്കണം. ഗുരുനാഥനെ സ്വീകരിച്ചിട്ട് ആ ഗുരുനാഥൻ ശരിയാണോ നോക്കി, ഇപ്പൊ നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ അയാൾ കൊള്ളാവുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഞാൻ തെറ്റി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നെയും എന്ത് ചെയ്യാൻ പാടില്ല, ഫോളോ ചെയ്യാൻ പാടില്ല. പറയുന്നത് ആധികാരികമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ഖുർആൻ സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. ഖുർആൻ സൂക്തങ്ങൾ ഇതാണ് വന്നിരിക്കുന്നത്, ഇതാണ് നബിവചനത്തിൽ വന്നിരിക്കുന്നത്, അതനുസരിച്ചാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം രണ്ടാമത് ഓതണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യം ഓതിയാൽ മതി. കാരണം ഇതാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹ് എന്നാണ് പറയുന്നത്. ഖുർആൻ ഓതാൻ ആരംഭിച്ചാൽ അതിനിടയിൽ നമ്മൾ ദിക്റോ സലാത്തോ വരുന്നത് കൊണ്ട് വീണ്ടും ഖുർആൻ പാരായണത്തിന് ബ്രേക്ക് വരുന്നില്ല. ഉദാഹരണം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയ്ക്ക് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് ചോദിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് പറയണം. നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ എന്ന് പറയണം. അപ്പൊ അതൊന്നും എന്തല്ല, പിന്നെയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞിട്ടാണോ ഓതേണ്ടത്? അല്ല. അപ്പൊ അവിടെ ഒന്നും ആ ദിക്റോ തസ്ബീഹൊന്നും പ്രത്യേകിച്ച് നമസ്കാരത്തിലാകുമ്പോൾ അതൊന്നും ബ്രേക്ക് ആവുന്നില്ല. നമ്മൾ നേരത്തെ ഓതിയതിന്റെ ബാക്കി അടുത്ത് പിന്നീട് ഓതും. അപ്പൊ അതൊന്നും ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കും മറ്റേ ആ ആൽഫബറ്റിന്റെ ക്ലാസ്സും ഒന്നും തുടങ്ങണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിന്റെ ക്ലാസ് ഉടനെ തന്നെ തുടങ്ങും. 5 ചേർന്നാലെന്നൊക്കെ പറഞ്ഞില്ലേ അന്ന് ഉസ്താദ്? 5 ആൽഫബറ്റിന്റെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി നിങ്ങള് അവിടെ രജിസ്റ്റർ ചെയ്തെന്നും പിന്നെ തിരിച്ച് വേണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അതെ, ആ ആൽഫബറ്റ് മറ്റേത് അതിലേക്കാണ്. എനിക്കറിയില്ല, ഞാൻ വലിയ ആൾക്കാണെന്നുള്ള. അതന്നെ 500 ഫീസൊക്കെ അടച്ച് ഒക്കെ ചെയ്തതാണ്. അപ്പോ ഓല് പറഞ്ഞ അതല്ലാന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് അപ്പോ അത് ഏതല്ലാന്ന് പറഞ്ഞു. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, മുതിർന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണെന്ന് അവർ പറഞ്ഞു. ആൽഫബറ്റ് നിങ്ങൾ ഉദ്ദേശിച്ചത് അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. അധ്യാപകർക്ക് വേണ്ടിയുള്ളതല്ല, സ്റ്റുഡന്റിനായിട്ടുള്ളതാണ്. അതായത്
നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിൽ അത് പഠിപ്പിക്കാനുള്ളതാണ് ആൽഫബറ്റ്. അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് നിങ്ങൾ ചേരാനുള്ള ക്ലാസ് അല്ല. അതിലല്ലല്ലോ എനിക്ക് ചേരണ്ടേ, എനിക്കത് ഇത് ട്രെയിനിങ്ങിനാണല്ലോ ചേരണ്ടേ. നമ്മൾ ട്രെയിനിങ് അല്ല കൊടുക്കുന്നത്. ട്രെയിനിങ്ങിന് അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഞാൻ പറഞ്ഞില്ല. അത് പുതിയ ആയിട്ട് പഠിപ്പിക്കാൻ ഒരാൾ വന്നു, നമ്മൾ അവർക്ക് എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. ഇപ്പോൾ പഠിപ്പിച്ചു. പുതിയ ആയിട്ട് അധ്യാപകർ വന്നല്ലോ, അവർ 2 ക്ലാസ് തുടങ്ങി, 2 ബാച്ച് തുടങ്ങി. ആൽഫബറ്റിന്റെ 2 ബാച്ച് തുടങ്ങി. ഇപ്പം പുതിയ ടീച്ചർ വന്നു. 3ാമത്തെ ബാച്ച് ഇന്ന് വേറെ ടീച്ചർ തുടങ്ങി. ഇപ്പൊ ഒരു 3-4 ബാച്ച് ഈ മാസം തുടങ്ങിയിട്ടുണ്ട് ഈ അക്കാഡമിക്. അപ്പൊ അതിൽ ചേരാൻ പറ്റുമോ? നിങ്ങൾ അതിൽ ചേർന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കേൾക്കുക, അതേപോലെ പഠിച്ചു പോവുക. അവർ എഴുതാൻ പറയുമ്പോൾ എഴുതി കാണിച്ചു കൊടുക്കണം. അല്ല, ഞാൻ ചേർന്ന അതിലേക്ക് തന്നെ. നിങ്ങൾ ചേർന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ മുതിർന്നവർ പഠിക്കുന്ന വിവരങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പഠിപ്പിക്കണമെന്ന്. പിന്നെ അതിലേക്ക് അതന്നെ ചേരുവല്ലേ? ആ പൈസ അങ്ങോട്ടൊക്കെ തന്നെ കൊടുത്തിട്ട് ഇനി വീണ്ടും പൈസ കൊടുത്താൽ അവർ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരിക്കൽ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിച്ച എന്തിനാ? എന്നിട്ട് ചോദിക്കണ്ട എന്താണ് തിരിച്ചു വാങ്ങിച്ച ഓലിങ്ങനെ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഉസ്താദിനോട് ചോദിച്ച ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പിന്നെ ആയിക്കോട്ടെ, നമ്മൾ സംസാരം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അരോചകമാവും. നിങ്ങൾ ഓഫീസിൽ വിളിച്ചിട്ട് എനിക്ക് ചേരണം, മുതിർന്നവരുടെ ക്ലാസ്സിൽ എനിക്ക് ചേരണം എന്ന് പറയുക. ഞാൻ ഉസ്താദിനോട് സംസാരിച്ചു, എനിക്ക് ചേരണം എന്ന് പറയുക. അപ്പൊ കാര്യങ്ങളൊക്കെ അവരെന്നോട് പറയുമെന്ന് മനസ്സിലായില്ലേ? പറയണല്ലോ, ഉസ്താദിനോട് പറയണല്ലോ. അല്ലാതെ അപ്പൊ നിങ്ങളെ ഓഫീസിൽ വിളിച്ചിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് എനിക്ക് മുതിർന്നവരുടെ ക്ലാസ്സിൽ എനിക്ക് വിളിച്ചേരണം, ഞാൻ അതിൽ ചേർന്ന് പഠിച്ചോളാം, എഴുതിക്കോളാം എന്ന് പറയണം. എഴുതണം, എഴുതി കാണിച്ചു കൊടുക്കണം അവർക്ക്. ശരി. ഇപ്പൊ ഒരെണ്ണം ഇട്ടില്ലേ, ഡിപ്ലോമ 8 കഴിഞ്ഞവർക്കൊന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഇതിട്ടിരുന്നല്ലോ. ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതല്ല, ഡിപ്ലോമ 8 കഴിഞ്ഞവരെ അവർ ഗ്രൂപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹദീസോ അതുപോലെ കാര്യങ്ങൾ ഇടയ്ക്കിടെ ഈ കാര്യങ്ങളൊക്കെ തരും. അത് കൂടാതെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പുതിയ ബാച്ച് തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇതിൽ അവിടെ കൊടുക്കണം, നിങ്ങളുടെ സ്റ്റാറ്റസിൽ കൊടുക്കണം. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്നിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് ഇട്ടയക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ ഇത് സംഭവമുണ്ട് മനസ്സിലാവും. നിങ്ങളെ മുഖേന ആൾക്കാർ വരണ്ടേ? നിങ്ങൾ ഒരാൾ മുഖേന 1000 ആൾ വരണം. ക്ലാസ് സംബന്ധമായ സംശയമൊന്നുമില്ല, ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിലെ പുതിയ ബാച്ച് തുടങ്ങും. ഷഫിലായുമായിട്ട് ബന്ധപ്പെടുക. ഷഫിലാണ് അക്കാഡമിക് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഓഫീസിൽ വിളിച്ചിട്ട് കാര്യമില്ല, ഓഫീസിൽ വിളിച്ച് പറഞ്ഞാലും മതി. ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ. ഇവിടെ പറഞ്ഞ രീതിയിൽ ശരിയായ രീതിയിൽ ഇസ്ലാമിനെ അനുസരിച്ച് കീഴ്പ്പെട്ട്, അള്ളാഹ് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കാൻ, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മൾ പ്രയത്നിക്കണം. അതിനാണ് നമ്മൾ ഖുർആൻ വായിക്കുന്നത്, പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ തരുന്ന സന്ദേശം, ഒരു മെസ്സേജ് നിങ്ങൾ അടുത്ത ആളുകൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾക്കൊരു ഡോർ ഓപ്പൺ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ അയാൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കും. നിങ്ങൾ സ്റ്റാറ്റസിൽ ഇട്ടിരുന്നാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാരെല്ലാം എടുത്ത് നോക്കും. ഈ ആൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രീതി പഠിച്ചതാണ് എന്തെന്ന്, അല്ലെങ്കിൽ ഈ പരസ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ അപ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, നല്ലൊരു സംവിധാനമാണ്, പഠിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അണ്ടർസ്റ്റാൻഡ് ഖുർആൻ മൊത്തത്തിൽ മനോഹരമായ അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായ കോഴ്സാണ്. മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കാൻ, അക്ഷരം പഠിപ്പിക്കാൻ വളരെ സക്സസ്ഫുൾ ആയ ഒരു സംവിധാനമാണ് ആൽഫബറ്റ് എന്ന് പഠിപ്പിച്ച അധ്യാപികമാരെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയതായിട്ട് വന്ന് 2 ബാച്ച് ആൽഫബറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ടീച്ചർ വേറെ ഒരു സിലബസ് അനുസരിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടീച്ചർ ലീവിലായിരിക്കുന്ന സമയത്താണ് നമ്മൾ ബന്ധപ്പെടുന്നതും അങ്ങനെ നമ്മൾ ആ ടീച്ചറുടെ ക്ലാസ് വെച്ചതും. ആ ടീച്ചറാണ് ഇപ്പോൾ 2 ബാച്ച് തുടങ്ങിയിട്ട് അവർ പറഞ്ഞു ഇത് വളരെ സംവിധാനമാണ് എന്ന്, വളരെ നല്ല സംവിധാനമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ അവർക്ക് ഖുർആൻ ശരിക്ക് വായിച്ച് പഠിക്കാൻ വേണ്ടി കുട്ടികളെയൊക്കെ ചേർക്കാൻ പറയുക. കുട്ടികളൊക്കെ ഈ സംവിധാനത്തിലൂടെ പഠിപ്പിച്ചാൽ എളുപ്പത്തിൽ ഖുർആൻ വായിക്കാനും അതേപോലെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഖുർആൻ വായിക്കാൻ പറ്റും.
ഉച്ചാരണ ശുദ്ധിയോടെ അത്യാവശ്യം തജ്വീദോടുകൂടി. കുഞ്ഞുങ്ങൾ ഏത് തജ്വീദാണ് പാലിക്കേണ്ടത് അതനുസരിച്ചുള്ള തജ്വീദ് അനുസരിച്ച് അവർക്ക് മഖ്റജ് അനുസരിച്ച് വായിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുക. അതാണ്. അപ്പോൾ അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذനില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.